യുടെ ആകാശത്ത് ചാര വിമാനങ്ങൾ. ഇറാൻ എന്ന കരുത്തുറ്റ ശക്തി തങ്ങളുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഒരു ശത്രുതാവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അയൽക്കാർ എന്ന ലേബൽ ഇനിയില്ല, പകരം അത് ശത്രുതാ താവളമാണെന്ന ഇറാനിയൻ പാർലമെന്റ് അംഗം അലി കെസ്രിയാന്റെ വാക്കുകൾ കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ വിളംബരമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം പ്രകോപിതരാകുന്നത്? സൗഹൃദത്തിന്റെ പാതയിൽ നിന്നും എങ്ങനെയാണ് ഇറാന്റെ മിസൈൽ ലക്ഷ്യങ്ങളുടെ മുൻനിരയിലെത്തിയത്? ഇറാന്റെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം 2020 ഒപ്പിട്ട അബ്രഹാം കരാറാണ്. ഇസ്രായേലുമായി കൈകോർത്ത നിമിഷം മുതൽ ഇറാൻ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആധുനിക റഡാറുകളും അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും യുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാന്റെ ചാരത്തുള്ള ഒരു ശത്രുക്കണ്ണായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അയൺ ഡോം ബാറ്ററികളും അവ പ്രവർത്തിപ്പിക്കാൻ ഡസൻ കണക്കിന് ഇസ്രായേലി സൈനികരും യിലെത്തിയത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശ്വസിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് യിൽ പ്രവർത്തനം ആരംഭിച്ചതും രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചു. യുടെ മണ്ണിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ തലവേദനയാണ്. അബുദാബിക്ക് പുറത്തുള്ള അൽ ദഫ്ര എയർബേസ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെയുള്ള നൂതന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കുന്നു. ഏപ്രിൽ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായ വെടിവെപ്പിന് പിന്നാലെ ഈ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇറാനിയൻ മണ്ണിലെ പല സ്ഫോടനങ്ങൾക്കും പിന്നിൽ യുടെ വിരലടയാളമുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു. കേഷ്ല ദ്വീപിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ നടന്ന വ്യോമാക്രമണം വിമാനങ്ങളാണ് നടത്തിയതെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ലാവനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും സിറിയയിലെ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ യുടെ ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2009 വിമാനങ്ങൾ പങ്കെടുത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു. യുടെ F-16 വിമാനങ്ങൾ തങ്ങളുടെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് സിറിയൻ ആകാശത്തും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢനീക്കമാണെന്ന് ഇറാൻ നിരീക്ഷകർ വിലയിരുത്തുന്നു. യുദ്ധം വെറും മിസൈലുകളിൽ ഒതുങ്ങുന്നില്ല. വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ ഇറക്കുമതിക്കായി തുറമുഖങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ബന്ധം വഷളായതോടെ ഇറാനികൾക്കുള്ള വിസകൾ നിർത്തലാക്കുകയും ഇറാനിയൻ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തുകൊണ്ട് തിരിച്ചടിച്ചു. ഇതിനു പകരമായി പാകിസ്ഥാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പുതിയ കരമാർഗങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ്. തങ്ങളുടെ സമ്പത്ത് ആയുധങ്ങൾക്കും ആണവ പദ്ധതികൾക്കും വേണ്ടി ഇറാൻ നശിപ്പിക്കുന്നുവെന്ന മന്ത്രി റീം അൽ ഹാഷിമിയുടെ വിമർശനം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. 1917 മുതൽ ഇറാൻ നിയന്ത്രിക്കുന്ന അബു മൂസ, ഗ്രേറ്റർ തുൻബ്, ലെസർ തുൻബ് എന്നീ ദ്വീപുകൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കിടയിലെ കത്തുന്ന കനലാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ ദ്വീപുകൾ ഇറാനെ സഹായിക്കുന്നു. ഈ ദ്വീപുകളുടെ മേലുള്ള അവകാശവാദം വീണ്ടും ശക്തമാകുന്നത് ഇറാന്റെ പ്രകോപനം ഇരട്ടിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഇന്ന് വെറും ഒരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിരോധ അച്ചുതട്ടിന്റെ കേന്ദ്രമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മുതിരുമ്പോൾ അത് തങ്ങളുടെ നാശത്തിനുള്ള വഴിയൊരുക്കലാണെന്നാണ് ഇറാന്റെ പക്ഷം. ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ നയതന്ത്രപരമായ ഒരു പിൻവാങ്ങലിന് വഴിമാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഒന്നുറപ്പാണ്, പേർഷ്യൻ കടലിലെ ഓളങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ ഗന്ധം പേർന്നു. ഇറാന്റെ കരുത്തിന് മുന്നിൽ യുടെ ആധുനിക ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.